ഹലോ ഫ്രണ്ട്സ്, വള്ളൂരാണ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, പല സ്ഥലങ്ങളിൽ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ നോക്കുക. നമ്മുടെ അവിടേക്ക് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്, എന്താ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, എന്തോ ദൈവഭാഗ്യം കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ലീവാണ്, 2-3 ദിവസമായിട്ട് ലീവ് തുടങ്ങിയിട്ട്. നമ്മുടെ പുതിയ വീട്ടിനുള്ളിൽ ഇപ്പം മഴ പെയ്തുകൊണ്ട് ഒരുപാട് പുല്ലും ചപ്പും ഒക്കെ വളർന്നിട്ടുണ്ടോ. അപ്പം ഞാനും കണ്ണനും കാശിക്കുട്ടനും അമ്മയും കൂടിയാണ് വൃത്തിയാക്കുന്നത്. നമ്മുടെ അനുമോൾ ഇവിടെ ഇല്ല, അനുമോൾ പാലക്കാട് പോയിരിക്കാണ്. അപ്പോൾ കണ്ണനാട്ടോ അതിൻ്റെ കളയ്ക്കലും കാര്യങ്ങളൊക്കെ, അമ്മയും കാശിക്കുട്ടനാണ് പുല്ല് പറിക്കുന്ന ആൾ. നമ്മുടെ കാശിക്കുട്ടൻ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ കേൾക്കില്ല എന്നല്ല, നമ്മൾ പറഞ്ഞ സമയത്ത് മാത്രമേ കേൾക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, കാശിക്കുട്ടനോട് ചെരുപ്പിടാൻ പറഞ്ഞാൽ ഒരിക്കലും ചെരുപ്പിടില്ല. കുറച്ച് നേരം ചെരുപ്പിട്ടാൽ പിന്നെ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി അഴിച്ചിട്ടിട്ട് പിന്നെ സാധാരണ വെറും കാലം കൊണ്ട് നടക്കും. അങ്ങനെ നമ്മുടെ റൂമുകളൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ നമ്മുടെ വർക്ക് ഏരിയയുടെ എന്തായാലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾക്ക് നമ്മുടെ റൂമിൽ കൊണ്ടുപോയിടുക. റൂമിൽ നല്ല മണ്ണിട്ട് ഫില്ല് ചെയ്യാണ്ട്, അതുകൊണ്ട് റൂമിൽ കൊണ്ടുപോയിടുക കേട്ടോ. അപ്പോൾ കണ്ണനും കാശിക്കുട്ടനും ഇന്നലെ രാത്രി മഴയത്ത് ഒരു തേക്കിൻ്റെ കൊമ്പ് നമ്മുടെ വീടിൻ്റെ മേലേക്ക് പൊട്ടിക്കൊണ്ടായിരുന്നു. അതിൻ്റെ കൊമ്പുകളൊക്കെ പിടിച്ച് വലിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെട്ടിക്കളഞ്ഞിട്ടില്ല. ഈ പണി കഴിഞ്ഞുകൊണ്ട് നമുക്ക് ആ പണിയൊക്കെ ചെയ്യണം വേണ്ടിയിട്ട്. ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പണി എടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണനായാലും കാശിക്കുട്ടനായാലും നമ്മൾ എന്ത് പണിയെടുക്കും നമ്മുടെ കൂടെ വന്ന് അച്ഛാ ആ പണി ഞാൻ ചെയ്യാം, ഈ പണി ഞാൻ ചെയ്യാം, അങ്ങനെ ഓരോരോന്നും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമുക്ക് അവരങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഒരു മുഷിലും തോന്നില്ല. കാരണം അവർ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിട്ടോ. ഞാൻ കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണാ നീ ആ ചട്ടി കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുപോയിട്ടോളാം, അത് നിനക്ക് വെയിറ്റ് ഉണ്ടാവും, അത് സാരില്ല അച്ഛാ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടോളാം എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് മാറി നിന്ന സമയത്താണ് കണ്ണൻ്റെ ഈ പരിപാടി, മണ്ണ് കളച്ചിട്ട് അപ്പുറത്ത് റൂമിലേക്ക് ഇടുക. ഇതൊക്കെ നമ്മുടെ കാശിക്കൂടെ ഇടുപ്പത്ത് കൈയും കൊടുത്തിട്ട് എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിലുണ്ടല്ലോ, ഞാൻ ഏറ്റവും ഭാഗ്യവാനാണ്. കാരണം എത്ര കോടികളില്ലെങ്കിലും ഇതുപോലെ 2 മക്കളെ കിട്ടിയാൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാട്ടോ. നമ്മുടെ അമ്മയ്ക്ക് പറ്റുന്ന ജോലികൾ അമ്മയും ചെയ്യുന്നുണ്ട്. അടിച്ചു വാരൽ, പുല്ല് പറക്കൽ, അതൊക്കെ അമ്മയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അതാ ഫോൺ അടിക്കണം. പോയി നോക്കിയപ്പോൾ നമ്മുടെ കൂട്ടുപാത്ത കോഴിക്കടന്ന് ഹുസൈനിക്ക് വിളിക്കണം കേട്ടോ. എന്താ കാര്യം ചോദിച്ചപ്പോൾ കോഴിയുടെ പാർട്സ് റെഡി ആയിട്ടുണ്ട്, വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കുളി കഴിഞ്ഞ് നേരെ കൂട്ടുപാതയ്ക്ക് വിട്ടു. പോകുമ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാര്യമൊക്കെ നമ്മൾ നേരെ കോഴിക്കടയിലെത്തി. കോഴിക്കടയിലെത്തിയപ്പോഴേക്കും സാധനമൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടാണ് ഹുസൈനിക്ക. അപ്പോൾ നമ്മുടെ എല്ലാവരും 2-3 മണിക്കാരാണ് മൊത്തമുള്ളത്. അവർ നല്ല പരിചയമായിട്ട് നമ്മുടെ ഇവിടെ 50 രൂപ മുതൽ കോഴി വിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോഴിയായിട്ടും ഇറച്ചിയായിട്ടും എല്ലാ തരത്തിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 12:30 മണിയായിട്ടോ. നല്ല ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഷോപ്പിൽ കയറി ഒരു ചായയും പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ചായയും കുടിച്ചിട്ട്, ചായ കുടിച്ചിരിക്കുന്നതിൻ്റെ ഇവിടെ പാർട്സിൻ്റെ കാര്യം മറന്നു പോയിട്ടോ. അപ്പോഴാണ് നമുക്ക് വേഗത വീട്ടിൽ കൊണ്ടുകൊടുത്താലും നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് പിന്നെ നേരെ ഒന്നും നോക്കിയാൽ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ കണ്ണനും കാശിക്കുട്ടനും കാണാനില്ല. 2 പേരും കളിക്കാൻ പോയി തോന്നുന്നു. അമ്മേനും കാണില്ല. അമ്മ എന്ന് വിളിച്ചപ്പോൾ അമ്മ വീട്ടിൻ്റെ ഉള്ളിലുണ്ട് തോന്നുന്നു. അമ്മ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. അതങ്ങനെ അമ്മയുടെ കയ്യിലും കൊടുത്ത് അമ്മ അതൊക്കെ നേരാക്കി സെറ്റാക്കി വെച്ചോളും, ഞാൻ പോയി കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ പറഞ്ഞിട്ട് അമ്മയുടെ പറഞ്ഞു. ഞാൻ കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിക്കാതെ തന്നെ കിടന്നുറങ്ങി. അപ്പോഴാണ് നമ്മുടെ അനുമോളുടെ വിളി വന്നത്. ഉണ്ണേട്ടാ ഞാൻ ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഒറ്റപ്പാലിൽ നിന്ന് കയറിയിട്ടുണ്ട്, ലക്കിടിക്ക് നേരെ വന്നോളിൻ, ഞാൻ ലക്കിടി ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട്. പിന്നൊന്നും നോക്കിയില്ല, നമ്മുടെ പറക്കുന്നാളിയിൽ കയറിയിട്ട് ഒറ്റ വിടല. അങ്ങനെ നമ്മൾ ലക്കിടി ഗേറ്റിലെത്തി. ഗേറ്റിൽ നമ്മൾ എപ്പോൾ വരുമ്പോഴും ഗേറ്റ് അടവായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റിങ്ങിലൊക്കെ നിന്ന് ട്രെയിൻ പോണതൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇത് എന്നും കണ്ട് ആസ്വദിക്കലാണ് നമ്മുടെ പരിപാടി. എന്നും ഇത് കാണും, എപ്പോൾ വരുമ്പോഴും ഈ ഗേറ്റ് അടവിൽ പെടും. അങ്ങനെ അനിമോളിന് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബസ് വന്നത്. അതിൽ നിന്ന് ഇറങ്ങണം നമ്മുടെ അനിമോള്. അങ്ങനെ അനിമോളെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോണേ പഴയനൂർക്കാണ്. പോകുന്ന വഴിയേ പറയുന്നുണ്ട് അനിമോള്, രാവിലെ മുതൽ ഉണ്ണേട്ടാ ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും എനിക്ക് വാങ്ങിത്തരണം. അപ്പം ഞാൻ പറഞ്ഞു തിരുവല്ലാമല സെൻറ്ററിൽ എത്തട്ടെ, അവിടെ എത്തിയിട്ട് എന്തെങ്കിലും വാങ്ങിത്തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുവല്ലാമല സെൻറ്ററിലെത്തി. തിരുവല്ലാമല സെൻറ്ററിലെത്തിയപ്പോഴേക്കും നല്ലൊരു ഹോട്ടലിൽ കയറി കേട്ടോ. അവിടെ കയറി നല്ല പൊറോട്ടയും നല്ല കുറുമക്കറിയും അനിമോൾക്ക് മേടിച്ചു കൊടുത്തു. അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും പൊരിഞ്ഞ മഴ. ഒരു അരമണിക്കൂറോളം നമ്മൾ ഹോട്ടലിൽ തന്നെ നിൽക്കേണ്ടി വന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴ പെയ്തുകൊണ്ട് തിരുവല്ലാമല സെൻറ്ററിൽ നമ്മൾ കുടുങ്ങി. പിന്നെ അത് മഴ പോവില്ല എന്ന് ഏകദേശം ഞങ്ങൾക്ക് ഉറപ്പായി. എനിക്ക് കോട്ടുണ്ടായിരുന്നു, 2 കോട്ടില്ല, 1 കോട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കോട്ടിട്ടു, അനിമോൾ കുട പിടിച്ചു. കുട പിടിച്ചിട്ട് 2 പേരോട് നേരെ ഞങ്ങൾ വിട്ടു കേട്ടോ ബൈക്കിൽ. ഈ മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ബാക്കിലിരിക്കുന്ന ആൾ കുട പിടിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നന്നായി സേഫ്. ഇതിപ്പോൾ ഞങ്ങൾ കുട പിടിച്ചുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. അതുകൊണ്ട് അങ്ങനത്തെ ആരും അനുകരിക്കരുത്. അങ്ങനെ ഞങ്ങൾ തിരുവല്ലാമല കഴിഞ്ഞ് ചീരക്കുഴി പാലത്തിലെത്തിയിട്ടോ. ഗായത്രിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാണ്.
അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതോടൊപ്പം നമുക്ക് അതിലുപരി ഒരുപാട് പേടിയുണ്ട്. കാരണം ഇത് രണ്ട് കരകളിലും മുട്ടി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് സൈഡിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ. അതുകൊണ്ട് നമുക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നേരെ പോകേണ്ടത്, പിന്നെ അധികം നേരെ അവിടെ നിന്നില്ല. നല്ല ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി. ഈ ഒരു അവസ്ഥ ആരും അനുകരിക്കരുത്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. കുറച്ച് നേരം അവിടെ ഇരുന്നു, അവനെ കണ്ടു, സംസാരിച്ചു. അപ്പോഴേക്കൊരു 6 മണിയായിട്ടുണ്ടാവും കേട്ടോ. 6 മണിക്കാണ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ തിരിച്ച് വീണ്ടും ഞങ്ങൾ വില്യോദ്രിനാഥൻ്റെ മണ്ണിലെത്തിയിട്ടോ. ഈ വൈകുന്നേരത്തൊക്കെ ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് വൈകുന്നേരത്തൊക്കെ തൊഴാൻ നിറച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസം മഴയാണല്ലോ, അതിൻ്റെ കുറച്ച് കുറവുണ്ട് അമ്പലത്തിലെ ആൾക്കാർ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, വൈകുന്നേര സമയങ്ങളിൽ നിറച്ച അമ്പലത്തിൽ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കുറവാണ്, നല്ല മഴയുള്ളത് കൊണ്ട് ഭയങ്കര കുറവ് ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ അതും കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മുടെ മക്കളുടെ കയ്യിൽ സാധനങ്ങളും അവർക്ക് കഴിക്കാനുള്ള സ്നാക്സും കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മുടെ ബാക്കിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. നമ്മളല്ലാതെ ആര് അവന് കൊടുക്കാൻ? അങ്ങനെ നമ്മുടെ സ്വന്തം നമ്മുടെ കുട്ടന് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ കുട്ടന് അതിലൊരുപാട് സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്ക് പോകുമ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ ഇന്നത്തെ പാർട്സ് ഞാൻ വെക്കും, അതുകൊണ്ട് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചാൽ മതി, ഞാൻ വന്നിട്ട് എല്ലാം റെഡി ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഞാൻ വരുമ്പോഴേക്കും ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് നുറുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ചായ വെച്ചിട്ടുണ്ടോണാവോ? എന്തായാലും ചായ വെച്ചിട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം ഞാനും അനിമോളും ഇല്ലല്ലോ, അതുകൊണ്ട് കണ്ണനും കാശിക്കുട്ടനും നല്ല കളിയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ കാശിക്കുട്ടതാണ് ബുക്കല്ല സ്ലൈറ്റ് എടുത്തിട്ട് ചിത്രമൊക്കെ വരികയാണ് ആശാൻ. എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമ്മൾ ഗ്യാസിൽ വെക്കാമെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷേ ഗ്യാസ് നമുക്ക് നല്ല പണി വന്നു. ഗ്യാസ് തീർന്നു. ഈ മഴ ഇങ്ങനെ പെയ്ത് നിൽക്കുന്ന സമയത്ത് ഗ്യാസ് തീർന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് നമ്മൾ അടുപ്പിൻ്റെ കൂടെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ അടുപ്പിൽ ചീഞ്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇപ്പോൾ നമ്മളിട്ട് നല്ല ചെറിയുള്ളി കേട്ടോ, ചെറിയുള്ളിയും പച്ചമുളകും നേരെ നമ്മൾ നല്ല എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അത്യാവശ്യം നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട്, ആ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി പച്ചമുളക് ഇടുന്ന സമയത്ത് അതൊന്ന് നമുക്കൊരു മണം വരും. ആ ഒരു മണം ഒരു പ്രത്യേക തരം, എന്താ പറയുക, ഒരു മസാലക്കൂട്ടിനും അത് കിട്ടില്ല. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല മണം ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിന് നമുക്കൊരു മണം വരും. അത് ആയിക്കഴിഞ്ഞാൽ ആ മണം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ച പാർട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പാർട്സ് ഞങ്ങൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത് ഇത്തിരി വേവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഇത്തിരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചാൽ നമ്മുടെ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താണ് ഇങ്ങനെ കാല് കയറ്റി വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുക്കളേൻ്റെ ചുറ്റും ഫുൾ വെള്ളമായതുകൊണ്ട് താഴത്തൊക്കെ ചളിയാണ്, കാല് നിലത്ത് കുത്താൻ പറ്റില്ല, ചെരുപ്പ് ഇട്ടിട്ടാണ് അവിടെ കൂടെ നടക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് കാല് മേലെ കെറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഇട്ടതിന് ശേഷം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റാവും. എന്നിട്ട് ഞാൻ കുറച്ച് കണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിത്തല, കുറച്ച് കറിവേപ്പിൻ്റെ ഇല അത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ബീഫിൻ്റെ അതേപോലെ ആവും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കരുതേ. ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും അമ്മ നല്ല ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരുന്നു. ചപ്പാത്തി പാർട്സ് കറിയോടും കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മക്കളൊക്കെ ഫുഡ് കഴിച്ചു. കാശിക്കൂട്ടം അധികം ഇങ്ങനത്തെ പാർട്സും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല, ചിക്കനും പൊതുവെ കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ കാശിക്കൂട്ടം നേരത്തെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് കണ്ണനും കഴിച്ചു, അവനും കിടന്നു കേട്ടോ. കണ്ണൻ ഉറങ്ങിയിട്ടില്ല, കണ്ണനാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾ. അപ്പോൾ കറി കൊള്ളാമെന്നാണ് നമ്മുടെ അനിമോള് പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം പറയാൻ മറന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴ, കാറ്റ്, മണ്ണിടിച്ചിൽ അതുപോലെ എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം വെള്ളുവനാട് ഫാമിലി. താങ്ക് യു.